ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്ന് മാർക്കറ്റിൽ പോകുന്നുണ്ട് മത്സ്യം വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് കൊണ്ടുവന്നത് ഞണ്ടും പിന്നെ ചെമ്മീനുമാണ് വാങ്ങിയത്. നല്ല ഞണ്ടായിരുന്നു. 1 കിലോ വാങ്ങിയതിന് ചെമ്മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞണ്ടിന് വലിയ പൈസയൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് 1 കിലോ വാങ്ങിയത്. ചെറിയ ഞണ്ടാണ്, അത്ര വലിയ ഞണ്ടൊന്നുമല്ല. എന്നിട്ട് അവരൊക്കെ അധികം ക്ലീൻ ആക്കുകയൊന്നും ചെയ്തിട്ടില്ല. അവിടെ ഇന്ന് ഭയങ്കര തിരക്കായതുകൊണ്ട് അവർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് തരുക ചെയ്തേ. ഇതിപ്പോൾ ഞാൻ ക്ലീൻ ആക്കി വെച്ചതാണ്. കാരണം ചെമ്മീന് ഞാൻ ഇനി ഉപയോഗിക്കില്ല, അതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. പിന്നെ ഞണ്ട് ഞാൻ വിചാരിച്ച് എല്ലാം കറി വെച്ചേക്കാം, എന്നാൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് നാളെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ എടുക്കാമല്ലോ. അതുകൊണ്ട് ഞണ്ട് ഫുൾ കറിയാക്കിന് കേട്ടോ. ഇന്ന് ഞാൻ എന്നത്തെയും പോലെ ജസ്റ്റ് ഉള്ളിയും തക്കാളിയും ഇട്ട് മസാല പോലെയാക്കി അതിൽ ഞണ്ടിട്ടിട്ട് അങ്ങനെ ആക്കി. എന്നിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്ത് തേങ്ങ ജീരകവും ഇട്ട് അരച്ചിട്ട് വറുത്തരക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ജസ്റ്റ് അരച്ചിട്ട് ഇതിലാക്കി ഈ ഞണ്ടിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് കറിയാക്കുകയോ ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതൊരു എന്താ പറയുക വെറൈറ്റി ആവട്ടെ എന്ന് വെച്ചിട്ട് ആക്കിയതാണ്. പക്ഷേ എന്താണെന്നറിയില്ല. പൊതുവെ എനിക്ക് തേങ്ങ അരച്ച് ചേർത്ത കറികളോട് വലിയ താല്പര്യമൊന്നുമില്ല. സാമ്പാറെല്ലാം ഓക്കെ, വെച്ച് ഓക്കെ. പക്ഷേ മത്സ്യക്കറികൾ എനിക്ക് എപ്പോഴും മുളകിട്ടതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് തോന്നുന്നു എനിക്കത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. എന്നാലും കഴിക്കാം. ഞണ്ടല്ലേ, ഞണ്ട് എങ്ങനെയാക്കിയാലും ഞണ്ടിനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. എനിക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞണ്ട് എന്താ പറയുക, ഞണ്ടിൻ്റെ ഇറച്ചിയെല്ലാം ആയിട്ട് എന്തൊരു ടേസ്റ്റ്. അതിൻ്റെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇമ്പി വലിക്കില്ല, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ആ മസാല, കറീൻ്റെ മസാലയെല്ലാം അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ആ ഒരു നീര് വരുമല്ലോ, വാ എന്താ ടേസ്റ്റ്. ഞാനങ്ങനെ നല്ല ചൂട് ജീരകവെള്ളം ഞണ്ടും പിന്നെ ചോറെല്ലാം, ഞണ്ട് കറിയും ചോറെല്ലാം എടുത്ത് റെഡി ആയിട്ടുണ്ട്. ഉച്ചക്കത് ഊണാണിത്. ഇനിയിപ്പം വേറെ കറിയൊന്നും ആക്കിയിട്ടില്ല, വേറെ വറവോ ഒന്നും ആക്കിയിട്ടില്ല. തൈര് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച് ഞണ്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും വേണമെങ്കിൽ ഈ ഫുൾ ഞണ്ടും ഞാൻ ഇരുന്ന് തിന്നും. ഞാൻ അങ്ങനെയാണ് കണ്ട. ഇത് നല്ല ഇറച്ചിയുള്ള ഞണ്ടാണ്, ചെറിയ ഞണ്ടാണെങ്കിലും നല്ല ഇറച്ചി ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് തന്നെ കാണാം വീഡിയോയിൽ. നല്ല തിങ്ങി നിറഞ്ഞ ഇറച്ചിയുള്ള ഞണ്ടായിരുന്നു. അതുകൊണ്ട് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഉച്ചക്കത്തെ ചോറ് ഇതൊക്കെ കൂട്ടി നല്ലോണം അങ്ങ് കഴിച്ചു കേട്ടോ. ഞണ്ട് അതിൽ ഏട്ടൻ കുറച്ചേ എടുത്തില്ല, ബാക്കിയെല്ലാം ഞാൻ തന്നെ തിന്നു. എന്നിട്ട് കാരണം ഞങ്ങൾക്ക് ഞണ്ടെല്ലാം കിട്ടി ഞാൻ നന്നായിട്ട് തിന്നു. എന്നിട്ട് പിന്നെ വൈകുന്നേരം സാധാരണ പോലെ തന്നെ കോഫിയും പിന്നെ കട്ട്ലേറ്റും സമൂസയും ഇവിടെ അടുത്തുള്ള ഒരു ഹോട്ടലുണ്ട്, ചെറിയ ഹോട്ടൽ, ചായ എന്താ പറയുക ടീ കഫേ എല്ലാം പോലെ. അവിടെ പോയിട്ട് വാങ്ങുന്നതാണ് കേട്ടോ. ഇവിടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഏട്ടനുണ്ടെങ്കിൽ പോയി വാങ്ങും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.